ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ചെയ്യുന്നത്. ഇവിടെ UAE-ലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ബുർജൽ അറബ് എന്ന് പറയുന്ന ജ്യൂസ്. ചെറിയ കഫ്റ്റീരിയകൾ അതുപോലെ തന്നെ ജ്യൂസ് ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെറൈറ്റി ആയിട്ട് കുടിക്കുന്ന ഒരു ജ്യൂസാണ് ഈ ബുർജൽ അറബ് എന്ന് പറയുന്നത്. അത് മാംഗോയും അവക്കാഡോ അത് രണ്ടും കൂടിയുള്ള ഒരു മിക്സിംഗ് ആണ് വരുന്നത്. അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള ഒരു മാങ്ങ. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അടുത്തതായി ഇതിലേക്കൊരു 1/2 കപ്പ് പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. കുറച്ചൊരു കട്ടയാക്കി എടുത്തിട്ടുണ്ട്, ഒരുപാട് കട്ടയാക്കിയിട്ടില്ല. നിങ്ങൾക്കിനി നല്ല മാംഗോ ഷേക്കൊക്കെ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് പാല് നന്നായിട്ട് കട്ടയാക്കി എടുത്താൽ മതി. ഇത് തിളപ്പിച്ചിട്ടുള്ള പാലൊന്നല്ല, ഡയറക്റ്റ് ഉപയോഗിക്കുന്ന പാല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് പാൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. പാല് ഒരുപാട് എടുക്കണ്ട, കാരണം നമ്മുടെ ജ്യൂസ് അത്യാവശ്യം നല്ലൊരു തിക്ക് വേണം. അപ്പോൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജ്യൂസ് ഒന്നുകൂടി നല്ല തിക്കായി കിട്ടാനും കൂടി വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള മാംഗോ ജ്യൂസ് നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ് ഏതാണോ ഗ്ലാസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൽ മുഴുവനായിട്ട് ഒഴിക്കേണ്ട, അതിൻ്റെ ഒരു പകുതി ഭാഗം ഒഴിച്ചാൽ മതിയാകും. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ്സിലേക്കാണ് എടുക്കുന്നത്. 2 ഗ്ലാസ്സിലും ഒരു പകുതി ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് നമ്മൾ അവക്കാഡോ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ബട്ടർ എടുക്കുക. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാങ്ങ അടിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴുകിയതിന് ശേഷം എടുക്കുക. അപ്പോൾ ഒരു അവക്കാഡോ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഹണിയാണ് ഉപയോഗിക്കുന്നത്. ഹണി എടുക്കുന്ന സമയത്ത് അവക്കാഡോ ജ്യൂസിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവക്കാഡോ ആവുന്ന സമയത്ത് 1 കപ്പ് പാല് വേണ്ടി വരും, എന്നാലാണ് കറക്റ്റ് കിട്ടുള്ളൂ. കാരണം അവക്കാഡോ എന്ന് പറയുമ്പോൾ നന്നായിട്ട് കുറുകിയല്ലേ ഇരിക്കുക. ഒരുപാട് പാല് വെള്ളമൊന്നും ഒഴിച്ച് ലൂസാക്കുകയും ചെയ്യരുത്. നിങ്ങൾക്കിനി പാല് മുഴുവനായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം ഒഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജ്യൂസ് ഭയങ്കര ലൂസായി പോകാനായിട്ട് പാടില്ല, അത്യാവശ്യം ഒരു തിക്നെസ്സിൽ കിട്ടണം. അതുപോലെ ആവശ്യത്തിനുള്ള കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഗ്ലാസ്സിൽ ആദ്യം മാംഗോ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. ജസ്റ്റ് ഒരു ലെയറായിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. ഇത് കുറച്ച് ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരൊറ്റ ഒരു ലൈന് ഒന്ന് ഒറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയാകും. ഇതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ കുറച്ച് തേനൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത് അവക്കാഡോ ജ്യൂസാണല്ലോ, അപ്പോൾ അവക്കാഡോ ജ്യൂസും തേനും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഈ ചോക്ലേറ്റ് സിറപ്പിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ജ്യൂസ് ഈ ഒരു തിക്നെസ് മതി കേട്ടോ. ഒരുപാട് ലൂസായി പോയാൽ ടേസ്റ്റിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ ആ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ 2 ജ്യൂസിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ജെൽ ടൈപ്പിലൊക്കെ കളർ കാണലുണ്ട് നാട്ടിലൊക്കെ. പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് അന്വേഷിച്ചത് ആ ഒരു ടൈപ്പുള്ള കളർ കിട്ടിയിട്ടില്ല. കളർ മീൻസ് ആ ഒരു സിറപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്തൊക്കെ വിംറ്റോ എന്ന് പറയുന്ന ഒരു സിറപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ടേസ്റ്റ് വൈസ് എനിക്ക് അത്രയ്ക്ക് നല്ലതല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്ട്രോബെറിയുടെ സിറപ്പ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഈ ഒരു ടൈപ്പിൽ വരുന്ന ഏത് സിറപ്പായാലും കുഴപ്പമില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബുർജൽ അറബ് എന്ന് പറയുന്ന ജ്യൂസ്. വളരെ സിമ്പിൾ അല്ലേ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ മേലെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും, ഒരു ഇത്തിരി കൂടി ടേസ്റ്റി ആയിരിക്കും. ജ്യൂസ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ചോക്ലേറ്റ് സിറപ്പിന് ഇതുപോലുള്ള ഷെയ്ഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു സ്ട്രോ വെച്ചിട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ടൈപ്പിലുള്ള ഷെയ്ഡൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി അല്ലേ നമ്മുടെ ഈ ഒരു ബുർജൽ അറബ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവം എന്ന് വെച്ച് കുടിക്കുന്ന ഒരു ജ്യൂസാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്